നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഈ സബ്ജക്റ്റോ കാര്യങ്ങളോ മാത്രമല്ല, കുറച്ചൊരു ഓഫ് ടോപ്പിക്കാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു IELTS ട്രെയിനറാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് മാവേലിക്കരയിൽ ബി ഗുഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. ഏകദേശം 26 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള സ്ഥാപനത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ പ്രതില്ല. നമുക്ക് ചില ഭാഗ്യം എന്ന് പറയുന്നൊരു അവസ്ഥയാണ് അല്ലേ, നമുക്ക് സംഭവിക്കും. നമ്മളിലേക്ക് അത് വന്നു, ആരുടെയോ അനുഗ്രഹം കൊണ്ട് നമ്മുടെ സ്വന്തം എങ്ങനെയൊക്കെയോ നമ്മളിലേക്ക് അത് വന്നു ചേർന്നു എന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അവിടെ പഠിക്കുന്ന അല്ലെങ്കിൽ IELTS OETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ കഴിയുന്ന അല്ലെങ്കിൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും അല്ലെങ്കിൽ ഞാൻ നമ്മുടെ സ്റ്റുഡൻസിൻ്റെയൊക്കെ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പം അതിന് ഇപ്പം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, എന്തായാലും പഠിക്കാതെ ഇത് പാസ്സാകാൻ പറ്റത്തില്ല അല്ലേ, പഠിക്കാതെ നമുക്ക് പാസ്സാകാൻ പറ്റത്തില്ല. അപ്പോൾ പഠിക്കണം, പക്ഷേ എങ്ങനെ പഠിക്കണം എന്നുള്ള എൻ്റെ ഒരു വേർഷനാണ്. അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ കളഞ്ഞു തരും. കാരണം ഈ പറയുന്ന പോലെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഏത് കാര്യമാണെങ്കിലും വളരെ ടെൻഷനോടെയും സ്ട്രെസ്സോടെയും ഇരുന്ന് പഠിച്ചാലൊന്നും തലയിൽ കയറത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അത് നമ്മൾ അതിൻ്റേതായ പാകതയിൽ കാണുക അല്ലേ. നമ്മളിപ്പോൾ ഒരു നമുക്കറിയാത്തൊരു കാര്യം നമ്മൾ പഠിക്കാൻ വരിക. നമുക്കറിയാത്തൊരു കാര്യം പഠിക്കാൻ വരുമ്പോൾ നമ്മളൊരു കൊച്ചു കുട്ടിയുടെ മനസ്സിൽ വേണം വന്നിരിക്കാൻ. അല്ലെങ്കിൽ ഞാൻ എല്ലാം തികഞ്ഞു ഇതിൻ്റെ അടുത്ത് ആ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് നമ്മുടെയൊക്കെ പലരുടെയും പരാജയം. പലർക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായിട്ട് സംസാരിക്കാൻ അറിയാതിരിക്കാം. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് അതിനത്രയും ഇഷ്ടത്തോടു കൂടി സംസാരിക്കുമ്പോൾ ഒരിക്കലും ബുദ്ധി വെച്ചിട്ടല്ല സംസാരിക്കേണ്ടത്. നിങ്ങൾ ബ്രെയിനിൽ പഠിച്ച് കയറ്റി വെച്ചിട്ടല്ല ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വേണം സംസാരിക്കാൻ. സ്പീക്ക് ഫ്രം യുവർ ഹാർട്ട്. ഇതെൻ്റെ മറ്റൊരു സാറിൻ്റെ വാക്കുകളാണ്. എല്ലാം ഞാൻ കടമെടുക്കുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ വാക്കുകളൊന്നുമില്ല, എല്ലാ വാക്കുകളും ഞാൻ കടമെടുക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് തെറ്റുപറ്റും അല്ലേ. മനുഷ്യനാകുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ തെറ്റുപറ്റാറുണ്ട്. പക്ഷെ ഇപ്പം ഞാനിതിനെ കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഞാനിതിനെ കെയർ ചെയ്യാൻ തുടങ്ങുമ്പം അത് കണ്ടമാനം തെറ്റുകൾ വരാൻ തുടങ്ങി. ഇപ്പം വരട്ടെ, നെവർ മൈൻഡ് എന്ന രീതിയിലാണ് നമ്മൾ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികൾ അവർ മനസ്സിലാക്കാൻ വേണ്ട പറയണേ. ഓഫ് കോഴ്സ് നമുക്ക് IELTS ആണെങ്കിലും OET ആണെങ്കിലും 4 മോഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ IELTSനെ വെച്ചിട്ട് ഞാൻ പറയാം. OET ഞാൻ എക്സാമിനേഷൻ എഴുതിയിട്ടില്ല, എന്നിരുന്നാലും അതിൻ്റെ ഒരു സെൻസ് എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ അറിയാം. എന്നാലും ഇത് രണ്ടും നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. IELTS ആണെങ്കിലും OET ആണെങ്കിലും ശരി 4 മോഡ്യൂൾസാണ്. അതിൽ തന്നെ IELTS റീഡിങ്, ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്. OET അതുപോലെ തന്നെ. ഓക്കെ, പക്ഷേ ഈ റീഡിങ്, ലിസണിങ്, സ്പീക്കിംഗ് അതേപോലെ തന്നെ റൈറ്റിംഗ്, ഈ 4 മോഡ്യൂൾസിനെയും അപ്രോച്ച് ചെയ്യേണ്ട വിധം പലരും ഈ പറയുന്ന പോലെ പലർക്കും പല വേർഷൻസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഇത് എനിക്ക് കുറച്ച് ഈസി ആണെന്ന് തോന്നുന്ന കാര്യമാണ്. അത് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫോളോ ചെയ്യുക. പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, അതായത് പകലില്ലാതെ പ്രാക്ടീസിങ് മാത്രം. അതായത് മോഡ്യൂൾസ് എടുക്കുന്നു, ആ മോഡ്യൂൾസ് എടുത്ത് വെച്ചിട്ട് റീഡിംഗ് ആണ് റീഡിങ്, ലിസണിങ് ആണ് ലിസണിങ്, ഇത് തന്നെയും പിന്നെ ഇത് മാത്രം. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കാതെ ആരോഗ്യം നന്നാവുകയില്ല അല്ലേ. അപ്പോൾ ഭക്ഷണം കഴിക്കണ്ടേ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് വല്ലതും നിക്ഷേപിക്കണ്ടേ. അകത്തേക്ക് നിക്ഷേപിക്കാത്തിടത്തോളം വരെ സംഭവിക്കുമോ? എനിക്ക് തോന്നുന്നില്ല അല്ലേ. ഇപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തൊരു വ്യക്തി വന്നിട്ട് IELTS എക്സാമിനേഷന് വന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇംഗ്ലീഷ് ഇൻ ദ സെൻസ് ഭയങ്കരമായിട്ടൊന്നും അറിയത്തില്ല, ഒരു ലിമിറ്റഡ് നോളേജ്, ഒരു പക്ഷേ കേട്ടാൽ മനസ്സിലാകും, പറയാൻ അത്ര കാര്യമായിട്ട് അറിയാത്ത ഒരു വ്യക്തി, ആ വ്യക്തി വന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തന്നേക്കുന്ന പ്രാക്ടീസിങ് അതും ഇതും കേട്ടിട്ട് അവന് വലിയ ഇമ്പ്രൂവ്മെൻറ്റ് പെട്ടെന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നില്ല. അവൻ ഇംഗ്ലീഷിനെ അറിയണം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ത്രൂ റീഡിങ് ആൻഡ് ലിസണിങ്ങാണ്, വേറെ വഴിയൊന്നുമില്ല. പക്ഷേ എന്ത് വായിക്കണം, എന്ത് കേൾക്കണം, ഇവിടാണ് പലർക്കും ഒരു
ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം പലരും പറയുന്നൊരു കാര്യമാണ് നമ്മൾ ഇംഗ്ലീഷ് പേപ്പർ വായിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ ഞാൻ ചോദിക്കുന്നത്, ഈ പേപ്പർ വായിക്കാൻ താല്പര്യമുള്ളവരപ്പം എന്ത് ചെയ്യും? അങ്ങനൊരു സാധനം ഉണ്ടല്ലോ അല്ലേ? നമുക്കൊരു കാര്യം വായിക്കണം തോന്നുമെങ്കിൽ നമുക്ക് അതിന് തോന്നണ്ടേ ഇത് വായിക്കണമെന്ന്. അപ്പോൾ ഇത് വായിച്ചാൽ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇംഗ്ലീഷ് പേപ്പർ അച്ചടിച്ചേക്കുന്ന ആരും ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടൊന്നുമല്ല, അത് ഇംഗ്ലീഷ് അറിയാവുന്നവന് വായിക്കാൻ വേണ്ട അല്ലേ? അപ്പം ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ 1ാം ക്ലാസ്സുകാരൻ ഒരു പയ്യൻ 1ാം ക്ലാസ്സുകാരൻ പയ്യൻ 10ാം ക്ലാസ്സുകാരൻ്റെ പുസ്തകം എടുത്ത് വെച്ച് വായിച്ച് എങ്ങനെ ഇരിക്കും? പറയുമ്പോൾ രണ്ടും ഇംഗ്ലീഷാണ് അല്ലേ? നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും എന്ന് പറയുന്ന പോലെ അത്രയ്ക്ക് ഒരു ഗ്രാഹ്യമില്ലാത്തൊരു വ്യക്തി നേരെ വന്നിട്ട് ഇതിൻ്റെ പ്രാക്ടീസ് സെഷനോട് വരുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇംഗ്ലീഷ് ഫ്ലുവൻസി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അവിടെ നമുക്ക് സ്പീക്കിംഗ് ഉണ്ടാവും, ഗ്രാമർ പഠിപ്പിക്കുന്നുണ്ട്, പേപ്പർ വർക്ക് എടുക്കുന്നുണ്ട്, അങ്ങനെ പിന്നെ GD ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുന്നുണ്ട്, ഡിബേറ്റ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട്, രണ്ടും അവൈലബിൾ ആണ്. അപ്പോൾ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിച്ച് എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചോടെ ഒരു വ്യക്തി അധികം ഇതില്ലാത്തൊരു വ്യക്തി മിനിമം ഒരു 2-2.5 മാസമെങ്കിലും കുറഞ്ഞത് സ്പെൻഡ് ചെയ്യാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഉള്ളൂ അയാൾക്ക് വേണ്ട രീതിയിലേക്കൊരു മാറ്റം അയാൾക്കുണ്ടാവുള്ളൂ. കാരണം ഇതൊരു സബ്ജക്റ്റ് അല്ല, ഇതൊരു ലാംഗ്വേജാണ് അല്ലേ? സബ്ജക്റ്റ് അപ്പോൾ കാണാൻ പഠിച്ച് നമുക്ക് എങ്ങനെയും പോകാം. ഇതൊരു ലാംഗ്വേജാണ്. നമ്മുടെ മനസ്സിൽ തോന്നുന്നു വേണം പറയാനും എഴുതാനും. അത് അത്രയും കൃത്യമായിട്ട് അകത്തേക്ക് കയറണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഭയങ്കര എഫേർട്ടുണ്ട്. പക്ഷേ ഈ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കാൻ നേരത്തും പ്രശ്നങ്ങളായിരിക്കും. സോ ബെറ്റർ, ഞാൻ ഇതൊരു സജഷനായിട്ടൊന്നും കാണുമെന്ന് ഞാൻ കാണണ്ട, എന്നേക്കാൾ അറിവുള്ളവർ ഒരുപാട് പേരുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ റീഡിങ്. ഈ റീഡിങ് എളുപ്പമാക്കാൻ ഇപ്പോൾ വായനാശീലമില്ലാത്തൊരു വ്യക്തി റീഡിങ് മോഡ്യൂൾ എടുത്ത് വെച്ച് വായിക്കാൻ തുടങ്ങി എങ്ങനെയിരിക്കും? അയാൾക്ക് വായിക്കുന്നതേ ഇഷ്ടമല്ല. IELTS ഇംഗ്ലീഷെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം വായനാശീലം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഒരു റീഡിങ് എബിലിറ്റി ഉണ്ടാക്കിയെടുക്കും. അവിടെ ഈ പറയുന്ന പോലെ അങ്ങേയറ്റത്തെ ഡിക്ഷണറി എടുത്ത് വെച്ചില്ല വായിക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് ഇൻട്രസ്റ്റ് എന്താ നോക്കാം. നിങ്ങളുടെ ബേസിക് ഇൻട്രസ്റ്റ് എന്താ? എന്തെങ്കിലും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഫിലിംസ്, അല്ലെങ്കിൽ ഫുഡ്, അല്ലെങ്കിൽ മൂവീസ്, ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം, ഇതിൻ്റെയൊക്കെ മാഗസീൻസ് കിട്ടില്ലേ മാർക്കറ്റിൽ. അപ്പോൾ ഈ മാഗസീൻസ് വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫിലിം മാഗസീൻ എന്നിരിക്കട്ടെ, ഇംഗ്ലീഷ് മാഗസീൻ. സാധാരണ എന്തായാലും ഒരു ഇംഗ്ലീഷ് മാഗസീൻ, ഒരു ഫിലിം മാഗസീൻ ഇപ്പോഴത്തേക്ക് അങ്ങേ അറ്റത്തെ വൊക്കാബുലറിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സാധാരണ എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി ഗ്രേഡ് കൂടിയ സാധനം വേറെ ഉണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് 1ാം ക്ലാസ്സുകാരനും 10ാം ക്ലാസ്സുകാരനും പഠിക്കുന്ന ഇംഗ്ലീഷാണ്. പക്ഷേ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഏതോ അത് വേണം ആദ്യം പോയി ചൂസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നടൻ്റെ ഒരു ആർട്ടിക്കിളാണ് അവിടെ ഉള്ളത് എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ആ ആർട്ടിക്കിൾ വായിക്കുന്നത് ഒരിക്കലും ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള താല്പര്യത്തോടെ ആയിരിക്കത്തില്ല. എന്തും അവിടെ എഴുതി വെച്ചേക്കുന്നതെന്നുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു. അദ്ദേഹത്തിനെക്കുറിച്ച് എന്താണോ എഴുതിയേക്കുന്നത് അല്ലേ? അപ്പം ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് നിങ്ങൾ കുറച്ച് നേരം അത് വായിക്കത്തില്ലേ? വായിക്കും, ഉറപ്പായിട്ടും വായിക്കും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുന്ന കേട്ടിട്ട് ഒരാൾ ഒരു ട്രാവൽ മാഗസീൻ എടുത്ത് വെച്ച് വായിക്കാതിരിക്കട്ടെ, ട്രാവൽ മാഗസീൻ. അപ്പോൾ ഈ ട്രാവൽ മാഗസീൻ എന്നാൽ ആതിരപ്പള്ളി വാഴച്ചാലിൻ്റെ ഒരു നല്ല ഫോട്ടോ, നല്ല ഗംഭീര ഫോട്ടോ. ഈ ഫോട്ടോ കൂടെ ഒരുപാട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ താഴെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആദ്യം ഇതെനിക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യണം എന്നൊരു തോന്നലിനാണ് എടുത്തു വെച്ച് വാങ്ങിയതെങ്കിലും ഈ പടം കാണുമ്പം നിങ്ങൾക്കതൊന്ന് കാണണം, അവിടെ പോകണം എന്നൊരു ആഗ്രഹത്തിന് പുറത്തെടുത്ത് വായിക്കത്തില്ലേ? അപ്പോൾ അവിടെ താല്പര്യം വരത്തില്ലേ? ആ താല്പര്യത്തിൻ്റെ പുറത്ത് നിങ്ങളൊരു എഫേർട്ട് എടുക്കത്തില്ലേ?
അങ്ങനെ ചെയ്യുമ്പോഴാണ് റീഡിങ് പതുക്കെ 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 കയറി വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അത് ശരിയാണോ? ഈ പറയുന്ന ഐഡിയോളജി കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുക. അല്ലേ, നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾക്ക് എത്തേണ്ടത് ഇവിടെ അല്ലേ? ഓടിപ്പോയിട്ട് ഇങ്ങോട്ട് കയറാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലേ? പടിയായിട്ട് വരാൻ പറ്റുന്നുള്ളൂ അല്ലേ? എന്ന് പറയുന്ന പോലെ നിങ്ങൾ ആ പടി ഒരു ഏണി ഇടൂ. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ കയറാൻ കഴിയുന്ന ഏണി ആദ്യമേ ചൂസ് ചെയ്യും. അന്നേരം അത് വളരെ ഈസി ആയിട്ട് തോന്നും. പിന്നെ ലിസണിങ്ങിനകത്തൊക്കെ പറയുന്ന പോലെ ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ വെച്ചിട്ടാണ് പറയണേ, ഈ ലിസണിങ് പ്രാക്ടീസ് മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടും. വെബ് സീരീസ്, ഇപ്പോൾ ഒരുപാട് വെബ് സീരീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വെബ് സീരീസ് ഒക്കെ കാണുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കും, ഒരുപാട് വാക്കുകൾ കേൾക്കും. ഒരുപാട് വാക്കുകൾ കേൾക്കുമ്പോഴേ ആ വാക്കുകൾ നിരന്തരം ഒരുപക്ഷെ സിനിമയെ കണ്ടിന്യൂസ് 2-2.5 മണിക്കൂറൊക്കെ മടിയുള്ളവർക്കാണ് ഇപ്പോൾ ഈ വെബ് സീരീസൊക്കെ ഉണ്ട്. അതും തന്നെ 10 മിനിറ്റ്, 20 മിനിറ്റ്, അരമണിക്കൂർ, 1 മണിക്കൂർ, അങ്ങനെ നിങ്ങളുടെയൊക്കെ ടേസ്റ്റിന്, അവിടെയും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചൊരു സാധനം ഉണ്ടാവും. അപ്പോൾ അവിടെ മടുപ്പ് എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ടാവില്ല. അത് ഞാൻ പറഞ്ഞു വരുന്നത്, മടുപ്പ് അല്ലേ. പിന്നെ സ്പീക്കിങ്ങിനകത്തും ഇപ്പം നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് അല്ലേ? നമ്മളെല്ലാം ഇന്ത്യക്കാരായതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് ഒരുപാട് പേര് പറയും ഒരുപാട് തരത്തിലുള്ള ടെക്സ്റ്റ് കാണണം, അത് കാണണം എന്നൊക്കെ പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കുന്നത് ഈ ഞാൻ ഈ പറയുന്നതെല്ലാം ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയാണ് പറയണേ, അല്ലാണ്ട് ഇംഗ്ലീഷിൽ അങ്ങനെ ടോപ്പായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ പറയണേ. നമ്മുടെ മലയാളികൾ ഒരുപാട് പേര് ഇംഗ്ലീഷ് പറയുന്നവരല്ലേ അല്ലേ? അവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് യൂട്യൂബിൽ കാണത്തില്ലേ? കാണും. അപ്പം അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെ അതിന് റെസ്പോണ്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടാലോ നമുക്ക് ചെറുതിന്ന് വലുതാകാം അല്ലേ? അങ്ങനെ ആകുമ്പോഴേ ഇതാ ഉറക്കത്തുള്ളൂ. ആദ്യമേ കയറിയിട്ട് നമ്മളിതെല്ലാം കൊണ്ട് ഒരു മായാലോകത്ത് നിൽക്കുന്ന എഫക്റ്റ് ആവും. പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാവും. പിന്നെ ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്യാം. ഇപ്പം ഇൻ്റർവ്യൂ ഞാൻ ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ എക്സാമിൻ്റെ സമയത്തൊക്കെ ഫോക്കസ് ചെയ്ത് മിസ്റ്റർ ഗൗതം വാസുദേവ് മേനോൻ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. ഗൗതം വാസുദേവ് മേനോൻ, അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് ഇൻ്റർവ്യൂസ് ഞാൻ കാണുമായിരുന്നു. എനിക്ക് ഭയങ്കര എന്തോ ഒരു സന്തോഷമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. ഒന്നാമത് എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടത്തിൻ്റെ പുറകിൽ പുള്ളി പറയുന്നത് കേൾക്കാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ നമ്മൾ കുറച്ചധികം നാൾ അദ്ദേഹം പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഈ ചില സിനിമകൾ കാണുമ്പോൾ ചില സിനിമയുടെ ഡയലോഗ് അത് മനസ്സിൽ പതിയത്തില്ലേ എന്ന് പറയുന്ന പോലെ അദ്ദേഹം പറഞ്ഞേക്കുന്ന പല രീതിയിലുള്ള ആ സംസാര സ്റ്റൈൽ അല്ലേ, ആ സംസാരത്തിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സംസാരത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കേട്ടോ, ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്കിത് ഈസിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ റൈറ്റിങ്ങിന് എന്തായാലും അവിടെ എളുപ്പപ്പണിയൊന്നുമില്ല. അവിടെ നമുക്ക് കൃത്യമായിട്ട് ഞങ്ങളുടെ തന്നെ സ്ഥാപനത്തിൽ ബി-കുട്ടി, ഞങ്ങളുടെ സാറിൻ്റെ പേര് MD-യുടെ പേര് മിസ്റ്റർ ജോർജ് ജോൺ എന്നാണ്. അദ്ദേഹം തന്നെ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് ബുക്കുകൾ വർഷങ്ങളായിട്ട് എഴുതുന്നുണ്ട്. ആ ബുക്ക് പഠിച്ചാൽ മതി. ഞാനിപ്പോഴും പറയുന്നു, ആ ബുക്ക് എല്ലാവരും ഒന്ന് കൃത്യമായിട്ട് പഠിച്ചാൽ തന്നെ എക്സാമിനേഷൻ പാസ്സാകാൻ പറ്റും. കാരണം അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്ത് വേണം, എങ്ങനെ വേണം, ഒരു സെൻറ്റൻസ്, എസ്സേസൊക്കെ 350 എസ്സേസ്, അതല്ല ഇനി എസ്സേക്ക് വേണ്ടി മാത്രം പ്രത്യേകം ടെക്സ്റ്റുകൾ എല്ലാം കൂടെ അവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. അത് മാത്രം നന്നായിട്ട് പഠിച്ചാൽ മതി, എസ്സേ പാസ്സാവും. ഒരുപാട് ഐഡിയാസ്, ഒരുപാട് രീതിയിലുള്ള ഇംഗ്ലീഷിൻ്റെ ഒരുപാട് മൈന്യൂട്ട് ഡീറ്റെയിൽസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ ഈ രീതിയിലാണ് IELTS-നെ ഒന്ന് അപ്രോച്ച് ചെയ്യുന്നെങ്കിലോ കുറേയൊക്കെ നമ്മുടെ സ്ട്രെസ്സ് കുറയും അല്ലേ. എന്നിട്ട് ഈ അകത്തേക്കുള്ള ആഹാരം നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ, അതിനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ, നിങ്ങൾക്ക് സംവാട്ട് കുറച്ച് ഈസി ആയിട്ട് തോന്നും, ഉറപ്പായിട്ടും തോന്നും. അതങ്ങനെ വരത്തുള്ളൂ, അല്ലാണ്ട് അവിടെ വേറെ കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ IELTS-നെ ഒന്ന് അപ്രോച്ച് ചെയ്ത് IELTS-ന് OIT-യുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സുമാർക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ നമുക്ക് നേരിട്ടത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടത് ഇങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞറിയാം. നമ്മൾ IELTS എഴുതിയിട്ടുള്ളതുകൊണ്ടാണ് പറയണത്. എങ്കിൽ പോലും നേഴ്സുമാരും അല്ലെങ്കിൽ OIT എക്സാമിനേഷൻ എഴുതുന്നവരും
ഇതേ ഒരു റൂട്ട് പിടിച്ചു പോവുകയാണെങ്കിൽ എന്താണ് അൾട്ടിമേറ്റ്ലി എന്താ വേണ്ടത്? ലാംഗ്വേജാണ് വേണ്ടല്ലേ? ആ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാം. ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്തിട്ട് അതിനെ ഒന്ന് ഇമ്പ്രവൈസ് ചെയ്യാം, കാര്യം നടക്കും. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കിക്കേ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കുറച്ച് സ്പീഡിൽ നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഞാൻ പറയുകയാണ്, എങ്ങനെ കളിച്ചാലും ഞാൻ പറയുകയാണ്, മിനിമം ഇങ്ങനെയുള്ളൊരു കോഴ്സുകൾ. പിന്നെ ചില വ്യക്തികളുണ്ട് എവിടെയെങ്കിലും പഠിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ഓടിപ്പോയി ഡേറ്റ് അങ്ങ് എടുക്കും എക്സാമിനേഷന്. പിന്നെ സ്ട്രെസ്സാണ്, ഡേറ്റ് പോയി പഠിച്ച് തീരുമോ, എത്തുമോ, പറ്റുമോ. ഇനി വീട്ടുകാർ, ദൈവത്തെ ഓർത്തിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വീട്ടുകാരൊന്ന് കേൾക്കണം. ഇതത്ര എളുപ്പമുള്ള എക്സാമിനേഷനൊന്നുമല്ല. ഒരുപാട് പേരുടെ കണ്ണീര് കാണുന്നുണ്ട്, ഒരുപാട് പേരുടെ കണ്ണീര്. പലരും കുട്ടികളെയും ഭർത്താവിനെയും വീട്ടുകാരെയും മറന്ന് മാറ്റി വെച്ചിട്ടാണ് ഇതിനു വേണ്ടിയിട്ട് ഉദ്യമിക്കുന്നത്. അവർക്ക് 100,000 സ്ട്രെസ്സുകളുണ്ടാവും അകത്ത്. ഈ 100,000 സ്ട്രെസ്സും വെച്ചിട്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ എക്സ്ട്രാ പ്രഷർ കൊടുക്കരുത്. ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്കിത് അറിയത്തില്ലല്ലോ ഇവിടെ എന്താ പഠിപ്പിക്കുന്നത്, ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് അറിയാതെ ചിലപ്പോൾ ഒരു തവണയൊക്കെ തോറ്റു പോകും, 1-2 തവണ തോറ്റു പോകും. ഞാനും തോറ്റ് എഴുതിയവനാണ്. അത്ര എളുപ്പമൊന്നുമല്ല ഈ സാധനം, അത്ര എളുപ്പമല്ല ഈ സാധനം. അതിനെ കൃത്യമായിട്ട് പഠിച്ച് പരിശീലിച്ച് എടുക്കാൻ സമയമെടുക്കും. ഒരുപാട് ചിലർക്കൊക്കെ സമയമെടുക്കും. ആ സമയം നിങ്ങൾ അനുവദിക്കും. പൈസ, ഞാനിപ്പോഴും പറയാം, നിങ്ങൾ ഈ പൈസ ഓറിയൻറ്റഡായിട്ട് ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യരുത്. പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ പോരുന്നേ ഞാൻ പറയത്തുള്ളൂ. പൈസ മുടക്കാൻ മിശിക്കാണ്, പിന്നെ നിങ്ങൾ എഴുതാൻ പോകണ്ട. അതല്ല, നിങ്ങൾ ഭാര്യയ്ക്കോ അനിയത്തിക്കോ മക്കൾക്കോ വേണ്ടി നിങ്ങൾ ഈ എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ ഇറങ്ങാൻ പോവുകയാണെങ്കിൽ മിനിമം ഒരു 1,00,000 രൂപയിൽ നിങ്ങൾ ചുമ്മാ 1,00,000 രൂപ ആവുന്നില്ല ഞാൻ പറയണേ, എന്നാലും നിങ്ങളൊന്ന് കരുതി വെക്കുക. കാരണം പലരുടെയും ബുദ്ധിമുട്ടെന്നറിയോ, ഒറ്റ തവണ കൊണ്ട് എഴുതിക്കോണം, ഇത് എഴുതി കഴിഞ്ഞാൽ ഇത് കിട്ടിക്കോണം എന്നുള്ള സ്ട്രെസ്സും പ്രഷറും കൊടുത്താൽ വെറുതെയാണ്, വെറും വെറുതെയാണ്, നടക്കാൻ പോകുന്നില്ല. ഇത് പഠിക്കാൻ തന്നെ ഏകദേശം 10,000 രൂപയ്ക്കുള്ളിൽ മേലോട്ട് പോകും പൈസ. എക്സാമിനേഷനും 15 രൂപയ്ക്ക് താഴെ വരും. ഈ OET ആണെങ്കിൽ 33-35 അടയ്ക്കാൻ തോന്നുന്നു. ഐ തിങ്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, അവിടെ ഞാൻ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഭക്ഷണം, ഇനി ഹോസ്റ്റലേഴ്സൊക്കെ ആണെങ്കിൽ ഭക്ഷണം, താമസം, അങ്ങനെ ഒരുപാട് രീതിയിൽ. പിന്നെ വീട്ടുകാരെ മാറി നിൽക്കുമ്പോഴുള്ള മാനസിക ബുദ്ധിമുട്ട്, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ വീട്ടുകാർ കൊണ്ടൊന്ന് മനസ്സിലാക്കണം. ഇത്രയും സ്ട്രെസ്സിലാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. ദൈവത്തെ ഓർത്ത് അവരെ ഉപദ്രവിക്കരുത്. പഠിക്കുന്നവർ പഠിക്കട്ടെ, അവർ പഠിക്കാൻ വേണ്ടിയാണല്ലോ വന്നേക്കുന്നത്, അവർ പഠിച്ചോളും. പക്ഷേ നിങ്ങൾക്കറിയാത്തൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ആവശ്യമില്ല സ്ട്രെസ്സ് കൊടുക്കരുത്. സ്ട്രെസ്സ് കൊടുത്താൽ പിന്നെ ഒന്നും നടക്കത്തില്ല. അത്രയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി ചെയ്യാമല്ലോ, വേറൊന്നും ചെയ്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഞാൻ എല്ലാം പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല, എന്നാലും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നേക്കുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ഓടിച്ച് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും IELTS പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് മാവേലിക്കര B.Good, നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് B.Goodൻ്റെ ഒരു ഇത് ഇടാം. B.Goodൻ്റെ ഒരു ഫോട്ടോ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഞാൻ ഇടാം. അതിൻ്റെ തന്നെ ഒരു B.Goodൻ്റെ ഒരു പരസ്യമുണ്ട്. B.Goodൻ്റെ പരസ്യം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം, നിങ്ങളത് കാണുക. എന്നിട്ട് എന്തായാലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 സ്ഥാപനമാണ്. സോ അത്രയും റെപ്യൂട്ടഡ് സ്ഥാപനത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നുള്ളത്. എൻ്റെ അനുഗ്രഹം, ദൈവാധീനം, വേറൊന്നുമില്ല. ഇതൊക്കെ സംഭവിക്കുന്നതാണ്, ആരുടെയൊക്കെയോ അനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്നതാണ്. എല്ലാവരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഈ വീഡിയോ 1% ആശ്വാസമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.